Meet the editors. പാളിയിൽ പുള്ളിയോ എന്നാണ് ചോദ്യം. വലിയ പ്രതിഷേധമാണ്. നാളെ ക്ലിഫ് ഹൗസിലേക്ക് BJPയുടെ മാർച്ചുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടു. കോൺഗ്രസ് വിശ്വാസ സംഘവുമായി വരാൻ പോകുന്നു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ്. സഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭരണപക്ഷത്തിന്, സർക്കാരിന് പാളിയിൽ പുള്ളിയോ? പാളിയിൽ പൊള്ളിയിട്ടുണ്ട്. പാളിയിൽ പൊള്ളിയത് കൊണ്ടാണ് ഇന്ന് ചില പൊള്ളയായ പ്രതികരണങ്ങൾ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ പ്രതിപക്ഷ നേതാവാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുക, ഉത്തരവാദിത്വത്തോടു കൂടി മറുപടി നൽകുക എന്നതിനപ്പുറം രാഷ്ട്രീയ പ്രതികരണം നടത്തുകയല്ല ഇപ്പോൾ വേണ്ടത്. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അവർ രാഷ്ട്രീയമായി അതിനെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. സഭയിൽ അതുകൊണ്ടാണ് ആ ബഹളത്തിലേക്ക് പോയത്. കഴിഞ്ഞ 19-ാം തീയതി ഈ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ള 19 9-ാം തീയതി ഡേറ്റ് 19-ാം തീയതി തിരുവഞ്ചൂരാണ് ഇത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചില്ല. അത് കോടതിയിൽ നിൽക്കുന്ന കേസാണെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്താ നോട്ടീസ് പോലും നൽകിയില്ലല്ലോ എന്നാണ് ഭരണപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും സഭയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കും, പ്രതിപക്ഷം കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നൊരു മറുതന്ത്രം ഭരണപക്ഷം എടുക്കുന്നു. അതിൽ ഭരണപക്ഷം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയം അവതരിപ്പിക്കും, 1-2 ആളുകൾ പ്രതികരിക്കും, അതിനുശേഷം മന്ത്രിയുടെ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അങ്ങനെ പോകും. അപ്പോൾ ബഹളമില്ലാതെ, അതായത് പിന്നീട് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുമേൽ ചർച്ചയില്ല, കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ അതൊരു വിഷയമായി കൊണ്ടുപോയി ആ രൂപത്തിൽ അതിനൊരു പ്രക്ഷോഭ രൂപത്തിൽ അല്ലെങ്കിൽ വലിയ പ്രതികരണമാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര പ്രമേയം വേണ്ട, ഈ ബഹളമായിട്ട് തന്നെ പോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പോകട്ടെ, പുറത്തും പ്രതിഷേധം എന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ മുന്നിൽ ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണല്ലോ. ഇതിൻ്റെ പൊള്ളയായ പ്രതികരണങ്ങൾ, കള്ളത്തരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികൾ ആരൊക്കെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടെ ഒരു സ്പോൺസറായി എത്തിയത്, അങ്ങനെ സ്പോൺസറായി എത്തിയപ്പോൾ ആരാണ് അയാളെ ശുപാർശ ചെയ്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എൻ്റെ കാലത്ത് ഇങ്ങനെയില്ല, എനിക്കറിയില്ല എന്ന രൂപത്തിലാണ് പല പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ വാസുവിൻ്റെ പ്രതികരണമായാലും നമ്മൾ കണ്ടു, പത്മകുമാറിൻ്റെ പ്രതികരണമായാലും കണ്ടു. ഇപ്പോൾ എൻ വാസു പറയുന്ന ഒരു കാര്യം, എൻ വാസുവിനെ ഇപ്പോൾ കുഴപ്പത്തിലാക്കിയ ഒരു കാര്യം എന്നുള്ളത്, ഈ സംഭവങ്ങൾ 2019 ഇത് നടക്കുമ്പോൾ ഈ പാളി കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുന്ന പത്മകുമാറിൻ്റെ കാലത്താണ്. അതിനുശേഷം എൻ വാസു എത്തുന്നു. പക്ഷെ എൻ വാസു വരുമ്പോൾ കാണുന്നത് അവിടുത്തെ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു സജീവ ഇടപെടലുമായി നിൽക്കുന്ന സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എല്ലാ കാര്യത്തിലുമുണ്ട്. അവിടുത്തെ പൂജകൾക്കുണ്ട്, ചടങ്ങുകൾക്കുണ്ട്, വിവാഹങ്ങൾക്കുണ്ട്, എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ്, ഒരു മെയിൽ അയക്കുകയാണ്, ഞാൻ സ്വർണം പൂശാൻ ഉപയോഗിച്ച കരാറിന് ശേഷം ഇത് ബാക്കി സ്വർണ്ണമുണ്ട്, അറ്റകുറ്റപ്പണിയുടെ ശേഷം ബാക്കി സ്വർണ്ണം, അതുകൊണ്ടൊരു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊള്ളട്ടെ എന്ന്. അതിന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വർണം തരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്, അദ്ദേഹത്തിൻ്റെ സ്വർണം തരുന്നു, അതിനുശേഷം ബാക്കിയായ സ്വർണം കൊണ്ട് ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അതും ദേവസ്വം ബോർഡിൻ്റെ കൂടെ പിന്തുണയോടുകൂടെ എന്നുകൂടിയുണ്ട് മെയിലിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒരു സംശയം തോന്നില്ല, എന്നൊരു വിവാദവും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പോലും ഒരു സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു കല്യാണം നടത്തുന്ന ഒരാൾ പിന്നെ എന്തിനാണ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ ചോദ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ചട്ടവിരുദ്ധമായിട്ടാണ് എന്നുള്ള തെളിവുകൾ വരികയാണ്. ഇന്നിപ്പോൾ അവതരിച്ചിരിക്കുന്ന മഹസറിൽ ഒപ്പിട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു പറയാണ്, ചെമ്പുപാളി തന്നെയാണ് കൊടുത്തത്. ചെമ്പുപാളി കൊടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വർണ്ണപ്പാളി എന്ന് എഴുതി വെക്കുകയെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ നടപടി വരുമെന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ആ പ്രതികരണം നടത്തുന്നത്. ചെമ്പുപാളിയാണ്, ആര് പറഞ്ഞിട്ട്? തന്ത്രി പറയുകയാണ്, സ്വർണ്ണത്തിന് മങ്ങൽ പറ്റിയിരിക്കുന്നു. തന്ത്രി പറയാതെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ തന്ത്രിയെ കൂടി അതിലേക്ക് പിടിച്ചിടുകയാണ്. സ്വർണം മങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതൊന്ന് മിനുക്കണമെന്ന് പറയുന്നു. അങ്ങനെ തന്ത്രി പറഞ്ഞതുകൊണ്ട് ഞാനത് അതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നു. സ്പോൺസറായി അദ്ദേഹമാണുള്ളത്, അത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചാണ് എന്നാണ് വേഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു ഇദ്ദേഹത്തിന് തന്നെ ഏൽപ്പിക്കാൻ, അങ്ങനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെമ്പുപാളിയായിട്ട് കൊടുക്കുന്നു. പക്ഷേ കോടതി കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് കൃത്യമായി പറയുന്നുണ്ട്, ആ ചെമ്പുപാളി സ്വർണം പൂശില്ല. ഇദ്ദേഹം പറയുകയാണ്, മുരാരി ബാബുവിന് പൂശിയതാണോ പതിപ്പിച്ചതാണോ ഒന്നും അറിയില്ല, പൂശിയതായാലും പതിപ്പിച്ചതായാലും അങ്ങനെയല്ല, രണ്ടും വ്യത്യാസമുണ്ടല്ലോ. പൂശിയ സ്വർണ്ണത്തിന് ഒരു മങ്ങലേൽക്കാം, പക്ഷേ പതിപ്പിച്ച സ്വർണ്ണത്തിന് അങ്ങനെ മങ്ങലേൽക്കില്ല എന്ന് ഇതിലെ തന്നെ വിദഗ്ധർ പറയുകയാണ്. മാത്രമല്ല ഇത് കൊണ്ടുപോയി ഇതിലെ വിദഗ്ധർ തന്നെ പറയുന്നത്, ഈ ക്ലാഡ് ചെയ്തിരിക്കുന്ന സ്വർണം എടുക്കണമെങ്കിൽ അത് ലയിപ്പിച്ച ശേഷമേ എടുക്കാൻ പറ്റുകയുള്ളൂ. അതങ്ങനെ അഴിച്ചു മാറ്റി എടുത്തു വെച്ച് ആ ചെമ്പ് കൊണ്ടുപോയി വേറൊന്നും പതിപ്പിക്കുക അത് സാധ്യമല്ല. അത് ലയിപ്പിച്ചെടുക്കണം. ആ ലയിപ്പിച്ചെടുക്കാനുള്ള ദിവസമാണ് ആ 39 ദിവസം. അത് അദ്ദേഹം എവിടെയോ പോയി ലയിപ്പിച്ച് അദ്ദേഹം സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയി
അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ചെന്നൈയിലെ സ്ഥാപനം പറയുന്നു ഞങ്ങൾ പുതിയ പാളിയിലാണ് സ്വർണം പൂശി കൊടുത്തതെന്ന്. അപ്പോൾ നേരത്തെയുള്ള സ്വർണം എവിടെയെന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, പാളി എടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടോ? ഈ 2025 അതൊക്കെ ചിത്രീകരിച്ചു എന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം സാന്നിധ്യത്തിലായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, അയാൾക്കൊപ്പം ഒരു സംഘം തന്നെ പോയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും 2023 ഉത്തരവുണ്ട്, കോടതിയുടെ അനുമതി വേണം, കോടതി അറിയണം, എന്ത് അറ്റകുറ്റപ്പണിയായാലും കോടതിയുടെ അനുമതി വേണമെന്ന്. അതെന്തുകൊണ്ടാണ്? അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് ജപമാലയും യോഗദണ്ഡും ശ്രീകോവിൽ നിന്ന് പുറത്തെടുത്തു, സന്നിധാനം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തി. അപ്പോൾ അവിടെ പൊട്ടിയ ജപമാല വിളക്കിച്ചെടുത്തു. നമുക്ക് നോക്കുമ്പോൾ അതൊരു ചെറിയൊരു പണിയായി തോന്നാം. അപ്പോൾ പോലും അതുപോലും ആ പരിപാടിക്ക് പോലും കോടതി അറിയേണ്ടതുണ്ട്. കാരണം കോടതിയുടെ നിരീക്ഷണമുണ്ട്. കോടതി പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 2023 അനുമതി നിർബന്ധമാണെന്ന് ഉത്തരവുള്ളപ്പോൾ അപ്പോൾ കോടതി അറിയിക്കാതെ എങ്ങനെയാണ് 2025 കൊണ്ടുപോവുക? അപ്പോൾ പ്രശാന്ത് ഇപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ കാലത്തെല്ലാം ചട്ടത്തിന് അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ, എല്ലാം പുറത്തു വരട്ടെ എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് ഇതിലേക്കൊക്കെ വെളിച്ചം വീശിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പറയുന്ന സ്പോൺസർക്ക് തന്നെ ഇത് ഏൽപ്പിച്ച് ഉദ്യോഗസ്ഥരുടെ കൂടെ എഴുന്നള്ളിപ്പോട് കൂടി അവിടെ പോയി, മദ്രാസിലേക്ക് പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ചെയ്തുകൂടാത്ത കാര്യമാണ് എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ ഇവിടെയും പിഴവുണ്ട്. 2019 നടന്നിരിക്കുന്നു, 2025 നടന്നിരിക്കുന്നു. ഇനി ഈ സ്വർണം മങ്ങൽ, ആദ്യത്തെ മങ്ങൽ 98 വിജയമല്യ സ്വർണം കൊടുത്തത്. 98 നിന്നും ഈ പറയുന്ന 2019 ആകുമ്പോഴേക്കും 21 വർഷമായപ്പോഴേക്കും സ്വർണം മങ്ങിയെന്ന് പറയുകയാണ്. എന്നിട്ട് അത് നന്നാക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 6 വർഷം കഴിയുമ്പോൾ വീണ്ടും മങ്ങുകയാണ്. ഇതെങ്ങനെയാണ് മങ്ങുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമുള്ളപ്പോൾ മങ്ങുകയാണോ? അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ആവശ്യമുള്ളവർക്കും വേണ്ടി മങ്ങുകയാണോ? മങ്ങുന്നു എന്ന് പറഞ്ഞു കൊണ്ടുപോയ സ്വർണം ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയി? മറിച്ചു വിറ്റു എന്നുള്ള ഇതാണ് കോടതിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ എവിടേക്കാണ് മറിച്ചു വിറ്റിരുന്നത്? വലിയ ഗൗരവത്തിലുള്ള വിഷയമാണ്. ആ ഗൗരവത്തിലുള്ള വിഷയം ആ രൂപത്തിൽ പരിശോധിക്കേണ്ടതുള്ളപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പിന്നിൽ എന്ന് പറയുന്ന പൊള്ളയായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ജനം തള്ളും ഭക്തർ തള്ളും എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായ മറുപടി വേണം. ഇപ്പോൾ ഇനി ഈ മഹസർ തയ്യാറാക്കിയത് വിജിലൻസ് കേസ് പ്രതികളാണത്രേ. ആ ഒരു വാർത്തയും പുറത്തു വരികയാണ്. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നപ്പോൾ മഹസർ തയ്യാറാക്കിയത് വ്യാജരേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തതിന് വിജിലൻസ് കേസിൽ പ്രതിയായ ഉദ്യോഗസ്ഥനാണ്. ഇതേ വിജിലൻസ് കേസിൽ അറസ്റ്റിലായ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരും മഹസറിലുണ്ട്. അങ്ങനെ അവിടെ സാന്നിധ്യമില്ലായിരുന്ന മറ്റൊരാളുടെ പേരും എഴുതി ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന മുരാരി ബാബുവിനെതിരെ നടപടി ഉണ്ടാകുന്നു. മുരാരി ബാബുവിനെതിരെ നേരത്തെയും ചില ആരോപണങ്ങളുണ്ട് കേട്ടോ. നേരത്തെയും ചില അഴിമതി ആരോപണങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അന്ന് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണല്ലോ, ഇന്ന് അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പോൾ ആരോപണങ്ങൾ ഉയർന്ന ശേഷം അങ്ങനെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരൊറ്റ കൂട്ടാളിയേ ഉള്ളൂ ദേവസ്വം ബോർഡിൽ? സംശയം വരികയാണ്. ഒറ്റ കൂട്ടാളി ആയിരിക്കില്ല. അപ്പോൾ ആരൊക്കെ കൊണ്ടുപോയി, ആരൊക്കെ ഇതിൻ്റെ പങ്ക് പറ്റി എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി ദേവസ്വം ബോർഡിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു പങ്കുമില്ല. അതൊരു തിരുവാഭരണം കമ്മീഷണറുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം പിന്നെ എന്താണെന്നൊരു ചോദ്യമുള്ളൂ. ആത്യന്തികമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് തന്നെയാണ് ആ ചോദ്യം വരിക. കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ വ്യക്തത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ മുൻ പ്രസിഡന്റുമാർക്ക് തങ്ങൾക്കത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന് പോലും അറിയില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് കഷ്ടമാണ്. കാരണം വർഷം തോറും അവിടേക്ക് ശബരിമല വിശ്വാസികൾ വരുന്നു. വിശ്വാസികളുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ച്, ശബരിമല വിശ്വാസികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അവിടെ സ്വർണം എത്രയുണ്ട്, അവിടെ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്നതിലും വ്യക്തതയുള്ളവരാകണമെന്നുള്ളതാണ്. അതാണ് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. അതാണ് അയാളുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. ഇനി കോടതി നിരീക്ഷണത്തിലുള്ള ഈ SITയുടെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഏതായാലും ഈ ആഗോള അയ്യപ്പ സംഗമം വഴി ശബരിമല വികസനം, ശബരിമലയുടെ സംരക്ഷണം എന്ന വാദമുയർത്തി നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ശബരിമലയുടെ സംരക്ഷണം ഏത് രൂപത്തിലായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് നന്നായി പൊള്ളിയിട്ടുണ്ട്. ഈ പൊള്ളൽ മാറണമെങ്കിൽ മുഴുവൻ പ്രതികളും പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു ആരോപണത്തിന് ആരോപണമല്ല മറുപടി എന്നുള്ളതാണ്. ഈ കാലയളവിലെ കള്ളത്തരത്തിൻ്റെ മറുപടി പറഞ്ഞ ശേഷം ബാക്കി അന്വേഷിച്ചോളൂ, അന്വേഷിക്കേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിന് ഉത്തരം വേണം. ഇത് മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിലെയും സ്വർണം തട്ടിയെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി വരുന്നേ, ഓരോ സ്ഥലത്തുനിന്നായി വരും. ഈ തരത്തിൽ
ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നന്നായി കൊള്ളയടിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ ആർക്കായുധമായിരിക്കുന്നു? BJPക്കും ആയുധമായിരിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രങ്ങളിലെ ഭരണം പൂർണ്ണമായും ഭക്തർക്ക് വിട്ടുകൊടുക്കണമെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കിയത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന് നന്നായി പൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ചയ്ക്ക് വരാത്ത പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്ന വാദമൊക്കെ പരിഹസിച്ച് തള്ളിക്കളയാനേ പറ്റുള്ളൂ. കാരണം ഇതിൽ നമ്മൾ പറയുന്നത് മാത്രമല്ലോ, പാർട്ടിയിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് G. സുധാകരൻ പറഞ്ഞത് അവിടെ നിൽക്കുകയാണ്. G. സുധാകരൻ പറയുകയാണ്, എല്ലാത്തിലും നമ്പർ വൺ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്കിനി തിരുത്താനില്ല, നിങ്ങൾ എല്ലാ തരത്തിലും പൂർണ്ണമായി ശരിയായി നിൽക്കുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല. എല്ലാത്തിലും ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ഈ സ്വർണം കട്ടെടുക്കുന്നതിലും നമ്പർ 1 ആണോ എന്ന ചോദ്യം ചോദിക്കുന്നത് CPM നേതാവ് G. സുധാകരനാണ്. അപ്പോൾ അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയായിരുന്നു എന്ന് കൂടി ഓർക്കണം. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മറുപടിയാണ് സർക്കാർ നൽകേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിൽ വേണ്ടതും. ഇന്ന് അടിയന്തര പ്രമേയത്തിന് എന്തുകൊണ്ടാണ് നോട്ടീസ് കൊടുക്കാഞ്ഞത്? ഇന്നലെ വരെ കോടതിയുടെ സബ് ജുഡീസാണ്. ഇന്നലെ വിധി വന്നല്ലോ. ഇന്ന് വേണമെങ്കിൽ ആ വിഷയം സ്പീക്കറിന് മുന്നിൽ അവതരിപ്പിക്കാമായിരുന്നല്ലോ. ഒരു തവണ അല്ല, അതാ ഞാൻ പറഞ്ഞത് ഈ സഭയിൽ ചർച്ച ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ്. സഭയിൽ ചർച്ച പ്രതിപക്ഷം ഒരു അതല്ലേ ജനാധിപത്യം. അതൊക്കെ അങ്ങേക്ക് പറയാം. രാഷ്ട്രീയമായി സ്പീക്കറുടെ മുന്നിൽ ബാനർ പിടിച്ച് ആ സ്പീക്കറെ ഇതൊക്കെ സഭയിൽ നടക്കുന്ന കാര്യമല്ല. പ്രകടനം വരെ നമ്മൾ കണ്ടതാണല്ലോ. അല്ല, ശരിയല്ലാത്ത ആളാണ് പറയുന്നത്. എങ്ങനെ സമരം ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തോ? സ്പീക്കറുടെ മുഖം മറച്ചു ബാനർ പിടിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചു ബാനർ ചട്ടപ്രകാരം തെറ്റായിരിക്കാം. പക്ഷേ ആയിക്കോട്ടെ, സ്പീക്കറുടെ മുഖം മറച്ചു. ചർച്ച ചെയ്യാതിരിക്കുന്നത് ഒരു തന്ത്രമാണ്. ചർച്ചയാണ് പ്രതിപക്ഷത്തിന് ഭയമെന്ന് പറയുന്നത്. അല്ല, പ്രതിപക്ഷത്തിന് ഭയമോ? സർക്കാരിനെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ 17-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് ഏഷ്യാനെറ്റിൽ ആദ്യം വിവരം തരുന്നു. തൊട്ടു പിന്നാലെ നമുക്കും വന്നിട്ട് അദ്ദേഹം വിവരം തരുന്നു. അതിനുശേഷം 19-ാം തീയതി കോടതി ഇത് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കേസ് ഇത് ഈ വിധി പറയുന്നതിന് മുൻപായിട്ട് സബ് ജുഡീസ് ആയിട്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ആ സാങ്കേതികത്വം പറഞ്ഞാണ് അത് നിരാകരിക്കുന്നത്. ഇന്നലെ വിധി പറഞ്ഞു. ഇന്നലെ ഒരു ദിവസം ഇതിന്റെ പേരിൽ സഭ സ്തംഭിച്ചു. ഇന്ന് രണ്ടാമത്തെ ദിവസവും എന്തിനാണ് സഭ സമർപ്പിച്ചത്? അല്ല, ഭരണപക്ഷം ആഗ്രഹിക്കുന്നല്ല. നിയമസഭയിൽ ഇന്ന് ആ ചർച്ച നടന്നിരുന്നെങ്കിൽ ജിമ്മി, എന്റെ സംശയം ഇത്രേ ഉള്ളൂ. നിയമസഭയിൽ ഇന്ന് ആ ചർച്ച നടന്നിരുന്നെങ്കിൽ ദേവസ്വം മന്ത്രിക്ക് പറയാനുള്ളത് നിയമസഭയിൽ രേഖാമൂലം ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് ചോദിച്ചൂടെ? എവിടെ ചോദിച്ചു? പുറത്തേക്കാണ് ചോദിക്കുന്നത്. പുറത്തിറങ്ങിയല്ല ചോദിക്കേണ്ടത്. പുറത്തിറങ്ങിയല്ല ചോദിക്കേണ്ടത്. നിയമസഭയെ സബ് ജുഡീസ് ഉണ്ട്. കോടതിയുടെ പരിഗണനയിൽ കീഴ്വഴക്കങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ശബരിമലയിലെ വിഷയത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ഏത് വിഷയവും പരിഗണിക്കാൻ കഴിയില്ല, പറ്റില്ല. നിങ്ങൾ നോക്കൂ, പ്രൊസീജിയറിനകത്ത് വളരെ കൃത്യമായി പറയുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ സ്പീക്കറിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് നിങ്ങൾക്ക് റേസ് ചെയ്താൽ സ്പീക്കർ അനുവദിക്കണമെന്നില്ല. കാരണം ഇതൊരു കാരണമായി റൂൾ 50 പ്രകാരം വേണമെങ്കിൽ നിഷേധിക്കാം. സ്പീക്കർക്ക് ചെയ്യാമല്ലോ. അതാണ് പറഞ്ഞത്. കാരണം അതാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ആ കാരണം ഞാൻ പറഞ്ഞത് 17-ാം തീയതി 19-ാം തീയതി കൊടുക്കുമ്പോൾ ഇപ്പോ ചോദിക്കട്ടെ. ഇന്നലെ ഭരണപക്ഷം പറയുന്നു ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇതേ വിഷയം പ്രതിപക്ഷത്തിന് പറയാം. ഇപ്പോഴും സബ് ജുഡീസ് ആണല്ലോ. ഇന്നത് സബ് ജുഡീസ് അല്ല. നിയമസഭയ്ക്ക് സബ് ജുഡീസ് ഇല്ലെന്ന് കോടതിയുടെ ആ സമയത്ത് റൂൾ 50 ആയിട്ട് സാധാരണ രീതിയിൽ അനുവദിക്കാറില്ല. പക്ഷേ കീഴ്വഴക്കങ്ങൾ പലപ്പോഴും ലംഘിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഫാക്ട്. അവിടെയാണ് സ്പീക്കറിന് റൂൾ 50 നിഷേധിക്കുന്നതിന് സബ് ജുഡീസ് ഒരു കാരണമായിട്ട് പറയാം. സ്പീക്കർക്ക് തോന്നുന്ന പോലെ ചെയ്യാം.
സ്പീക്കർക്ക് തോന്നുന്ന പോലെ റൂൾ 50 നിഷേധിക്കാൻ പറ്റില്ല. കാരണം വേണം. എന്താ കാരണം? ഒന്ന് അടിയന്തര പ്രാധാന്യമുള്ള ആയിരിക്കണം. റൂൾ 50 ലക്ഷണം പറയും. അതല്ല, അടിയന്തര പ്രാധാന്യം ഉണ്ടാവണം. ഒന്ന് അടിയന്തര പ്രാധാന്യം ഉണ്ടാവണം. നമ്പർ 2 കേരളം മുഴുവൻ അതിന് പ്രാധാന്യം ഉണ്ടാവണം. അതുണ്ട്. നമ്പർ 3 കോടതിയുടെ പരിഗണനയിലോ വിധിയായിരിക്കുന്ന കേസിന്റെയോ കാര്യത്തിലാകരുത്. അങ്ങനല്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ലോക്സഭയിലാണെങ്കിലും ശരി നിയമസഭയിലാണെങ്കിലും ശരി പരിഗണിക്കുന്നത് ശരിയല്ല. അതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയല്ല. ഞാൻ പറയുന്നത് കേൾക്കും. അതിനുശേഷം അതും ശരിയാണ്, ഇതും ശരിയാണ്. ചെയ്യാം. സഭയെ അനുവദിച്ചതാണ്, സഭയിൽ ചർച്ച ചെയ്തതാണ്, സഭ ചർച്ച ചെയ്തതാണ്. സ്പീക്കർക്ക് അതിന് അധികാരമുണ്ട്, സ്പീക്കർക്ക് അത് ചെയ്യാം. നിങ്ങൾ ഏത് കാര്യങ്ങളും സ്പീക്കറിന് അധികാരമുണ്ടെന്ന് പറയുന്നത് നിലവിലുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയറിനനുസരിച്ച് ചെയ്യാൻ കഴിയും. റൂൾ 50 അനുവദിക്കുന്നതിലുള്ള റൂളിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അതാണ് എന്റെ പൊസിഷൻ. കഴിഞ്ഞ ചെയ്തല്ലോ, അത് തെറ്റാണെന്ന്. ശരി, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ഇത് പറ്റില്ല. നിങ്ങൾ എന്താ പറയുന്നത്? തെറ്റാണെന്നാണ് എന്റെ പൊസിഷൻ. എന്റെ പൊസിഷൻ തെറ്റല്ലെന്നാണ്. സ്പീക്കർക്ക് ചെയ്യാം. ചർച്ച നടന്നിട്ടുണ്ട്. നിങ്ങൾ ന്യായീകരിക്കരുത്. സെപ്പറേഷൻ ഓഫ് പവർ തിയറി അനുസരിച്ച് നിലവിൽ ജുഡീഷ്യറി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾ ഏതെങ്കിലും തലത്തിൽ അത് പരിഗണിക്കുന്നത് ആ സെപ്പറേഷൻ ഓഫ് പവർ തിയറിയുടെ ലംഘനമാകുമെന്നുള്ളത് കൊണ്ടാണ് ആ റൂൾ 50 ഒരു കണ്ടീഷനായി വന്നത്. അതാണ് അതിന്റെ ഭരണഘടനാപരമായ സ്പിരിറ്റ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ലോക്സഭയും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ അതാത് നിയമസഭകളും റൂൾ 50 അനുസരിച്ച് അത് ചർച്ച ചെയ്യില്ല എന്ന തീരുമാനമെടുക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ പലയിടങ്ങളിലും അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണെന്നാണ് എന്റെ പൊസിഷൻ. അഭിപ്രായം സഭയ്ക്കകത്ത് രണ്ടാമത്തത് അത് കഴിഞ്ഞതിന് ശേഷം സർക്കാർ എന്നതിന് ശേഷം പറഞ്ഞല്ലോ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? എന്റെ ചോദ്യം വീണ്ടും പറയാതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇതൊരു ഷോ ആണോ? കേട്ടില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട, നിയമസഭയിൽ വസ്തുതാപരമായ വിവരങ്ങൾ മന്ത്രിയിൽ നിന്ന് ശേഖരിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരമല്ലേ? അല്ല, സ്മൃതിക്ക് നിയമസഭയിൽ നടക്കുന്ന ചർച്ചയിലാണോ വിശ്വാസം? സഭയ്ക്ക് പുറത്ത് നടക്കുന്ന ഈ അടിയന്തര പ്രമേയങ്ങൾ ഇതിനു മുമ്പ് നടന്ന അടിയന്തര പ്രമേയങ്ങളുടെ ചർച്ചയിൽ വിശ്വാസമില്ല. അത് നിങ്ങളുടെ പ്രതിപക്ഷത്തിന് കുഴപ്പമാണ്. പ്രതിപക്ഷം കൊണ്ടുവന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മറുപടിയില്ലാതെ പോകുമ്പോൾ CMRL എക്സാലോജിക്ക് വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിന്റെ സ്വഭാവമാണ്. CMRL എക്സാലോജിക്ക് എന്തായി? അടിയന്തര പ്രമേയത്തിന്റെ CMRL എക്സാലോജിക്ക് വിഷയം ഒടുവിൽ മൂവാറ്റുപുഴ തോറ്റു, വിജിലൻസ് കോടതി തോറ്റു, അപ്പൊ കോടതി അപ്പീൽ പോയി, ഹൈക്കോടതി. അടിയന്തര പ്രമേയത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നത്. ഈ 6 ദിവസങ്ങളിൽ 4 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു. ചെറിയ കാര്യമാണോ? ആ അടിയന്തര പ്രമേയത്തിന് ക്വാളിറ്റി ഇല്ലാതെ പോയത് ആരുടെ കുഴപ്പമാ? പ്രതിപക്ഷത്തിന് കുഴപ്പമാണ്. സ്മൃതി അത് സമ്മതിക്കുകയാണ്. 2025 സെപ്റ്റംബർ മാസം ഈ പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഈ വിഷയം ഉടലെടുക്കുന്നത്. ഞാനിതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണം ഇപ്പോഴത്തെ സർക്കാരിനെതിരെയും ഇപ്പോഴത്തെ പ്രസിഡന്റിനെതിരെയും ഉണ്ടാവുന്നത്? ഒരു വാദം പറഞ്ഞാൽ മനസ്സിലാവും. കാരണം വേണ്ടത്ര ഡോക്യുമെൻ്റുകൾ സൂക്ഷിക്കുന്നതിൽ എല്ലാ കാലത്തെയും സർക്കാരും എല്ലാ കാലത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ആദ്യം നടത്തിയ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. 99 മുതലുള്ള രേഖകൾ, അത് കൃത്യമായ ഇൻവെൻട്രി, ഇതൊന്നും തന്നെ ശബരിമലയിൽ കാണാനില്ല എന്നുള്ളതാണ്. ഇത് എന്നു മുതൽ കാണാനില്ല എന്നോ ഏത് കാലഘട്ടത്തിലാണ് ഇത് കാണാതെ പോയതെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മുൻകാലങ്ങളിലെയും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തവരുടെയും വീഴ്ചയായിട്ടാണ് ഞാൻ ആ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാവുന്നത്.
പക്ഷേ ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം മുഴുവൻ ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയുമാണ്. അതിൻ്റെ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത്. നിങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒരൊറ്റ കാരണമല്ലാതെ. അതിലെന്താണ്? ഇതിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തിന് കുറച്ചു മുമ്പ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെടുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത്? അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്? 16/6/2023 ശബരിമലയിലെ തന്ത്രി ഈ ശ്രീകോവിലിൻ്റെയും ഗണപതി നടയുടെയും ഒക്കെ ഒപ്പം ദ്വാരപാലക കവചങ്ങളുടെയും ഒക്കെ പാളിയിൽ ചില അപാകതകൾ ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ കാരണമായി പറഞ്ഞിരുന്നത് എങ്ങനെയാണ് സ്വർണം വാങ്ങുന്നതെന്ന് ചോദിച്ചല്ലോ. അതിന് ചോദിക്കേണ്ടത് ശബരിമലയിലെ തന്ത്രിയോടാണ്. തന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു കത്താണ് പ്രശ്നം. തന്ത്രിയാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. എന്താണ് തന്ത്രി പറയുന്നതിൻ്റെ കാരണമായി തന്നെ പറയുന്നുണ്ട്. കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സന്നിധാനത്തേക്ക് വലിച്ചെറിയുന്ന നാണയങ്ങൾ, സന്നിധാനത്ത് ശബരിമലയിൽ ശ്രീകോവിൽ പോയി അഭിഷേകം നടത്തി തിരിച്ചു കൊണ്ടുവരുന്ന നെയ്യഭിഷേകം നടത്തിക്കൊണ്ടുപോകുന്ന പാട്ടത്തട്ടിയും ഈ നാണയങ്ങൾ എറിഞ്ഞും ഭക്തരുടെ കരസ്പർശമ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ അടുത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെയും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മങ്ങലുണ്ടാകുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ തൊടാൻ പാടില്ല. ദ്വാരപാലക ശില്പപാലകളിൽ ഈ പറയുന്ന പാട്ട തൊടുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീകോവിലിൻ്റെ നടയുടെ തൊട്ട് താഴെ ഈ പറയുന്ന കൈകൾ സ്പർശിക്കുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ പുറത്ത് കട്ടളയിലും ഇതേപോലെ ഈ നെയ്യഭിഷേകത്തിൻ്റെ ഇത് ഞാൻ പറഞ്ഞാൽ ഇത് തന്ത്രി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് മങ്ങൽ വന്നു എന്നത് കണ്ടെത്തിയതാണ്. തന്ത്രിയാണിത് കണ്ടെത്തുന്നത്. ഇതിന് മങ്ങലുണ്ട് എന്ന് കണ്ടെത്തുന്നതും ഇതിന് അപാകതകളുണ്ടെന്നും അതിൻ്റെ ഡോറിന് അപാകതയുണ്ടെന്നായിട്ടും കണ്ടെത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിവിടെ മാത്രമല്ല, ഗണപതിയുടെ കോവിലിൻ്റെ നടക്കാണെങ്കിലും ശ്രീകോവിലിൻ്റെ ഡോറിനാണെങ്കിലും ദ്വാരപാലക കവചത്തിലും അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് തന്ത്രി 16/6/2023 പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഈ ദേവസ്വം ബോർഡ്, ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ ഭരണസമിതിയും എടുത്ത തീരുമാനം മാനുവൽ പ്രകാരം അത് ചെയ്യണം എന്നുള്ളതാണ്. ആ മാനുവൽ പ്രകാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായി 7/9/2025 ഉച്ചകഴിഞ്ഞ് ഈ കവചങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അഴിച്ചെടുത്ത് തൂക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തി മഹസർ വളരെ കൃത്യമായി തയ്യാറാക്കിയാണ് 2025 അത് കൊണ്ടുപോകുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്ത്രിയുടെ അടുത്ത് ദ്വാരപാലക കവചം നന്നാക്കുന്ന സംബന്ധിച്ചുള്ള അനുവാദം തന്ത്രവിധി പ്രകാരവും വാങ്ങുന്നുണ്ട്. അപ്പോൾ തന്ത്രിയുടെ അനുവാദം വാങ്ങി അതിനുശേഷം മഹസർ കൃത്യമായി മാനുവൽ പ്രകാരം തയ്യാറാക്കി ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും മറ്റും കൃത്യമായ ഭാരം 2019 രേഖപ്പെടുത്തിയ ഭാരവും ഇപ്പോൾ ഉള്ള ഭാരവും അതിനുശേഷം അത് കൊണ്ടുപോകുന്ന സമയത്ത് രേഖപ്പെടുത്തിയ ഭാരവും കൃത്യമായി തയ്യാറാക്കി അതിനുശേഷം 8/9/2025 ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, വിജിലൻസ് ഓഫീസർ, വിജിലൻസ് സബ് ഇൻസ്പെക്ടർ, പിന്നെ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഗാർഡുമാർ, ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ മാനുവലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോൾ കോടതിയിൽ പോയ പരാതി കേൾക്കൂ. അപ്പോൾ കോടതിയിൽ വന്ന പരാതി എന്താ? കോടതി നിയോഗിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ആ സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഫോൺ വിളിച്ച് ഈ സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്ന വിവരം ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് അറിയിച്ചു. അതിനെ തുടർന്നാണ് കൊണ്ടുപോയ ദ്വാരപാലക കവചം തിരികെ കൊണ്ടുവരാൻ ഹൈക്കോടതി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉത്തരവിട്ടതും അതിൻ്റെ പേരിൽ കോടതിക്ക് ഇപ്പോൾ കേസില്ല. കോടതിക്ക് അതിൻ്റെ പേരിൽ ഈ ദേവസ്വം ബോർഡിനെതിരെ ഒരു വിയോജിപ്പുമില്ല. ആദ്യം ഉണ്ടായിരുന്ന ഈ ചോദ്യം ചോദിച്ചു, ഇത് കമ്മീഷൻ അറിഞ്ഞു, പക്ഷെ അറിഞ്ഞത് വൈകിയാണ് അറിഞ്ഞത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ഫോണിൽ അറിയിച്ചു. രണ്ടാമത് രേഖാമൂലം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം തന്നെ ശബരിമലയിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ദേവസ്വം ഹൈക്കോടതിയുടെ കമ്മീഷണർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് രേഖാമൂലം ഈ വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും ഭദ്രമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് വീഴ്ച വീണത്? മാസം തയ്യാറാക്കിയില്ലേ? തയ്യാറാക്കി. ഇത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരം? തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. തൂക്കി നോക്കി. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്പോൺസറെ വിളിച്ച് ഒറ്റയ്ക്ക് കൊടുത്ത് വിടുകയാണോ ചെയ്തത്? അല്ല. സ്പോൺസറെ വിളിച്ചു. സ്പോൺസർ പറഞ്ഞു, ഞാൻ വരാൻ തയ്യാറാണ്, ഞാനിത് കൊണ്ടുപോകാൻ തയ്യാറാണ്. 2019 ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി, അതുകൊണ്ട് 2025 ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ശ്രദ്ധേയമായ തീരുമാനമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ചു. പകരം ഈ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി, അത് ഭാരിച്ച ചെലവുകളുള്ള പരിപാടിയാണ്, ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം 2019 എന്ന് ആവർത്തിച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിനു വിളിച്ചു എന്നതാണ് അടുത്ത ചോദ്യം.
40 വർഷത്തെ വാറണ്ടി 2019 ഈ സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്തിരിക്കുന്നത് അന്ന് സ്പോൺസർ ചെയ്ത് പൂശിയ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ ദേവസ്വം ബോർഡിന് ഈ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഈ വിവരം വിളിച്ച് ആരായേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ അല്ല ദേവസ്വം ബോർഡിന്റെ ആരോപണം ഉണ്ടായാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് പോയിട്ടാണ് പ്രതിഷേധം നടത്തുക. പ്രതിഷേധത്തിന്റെ സ്വഭാവം എന്താണ്? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സോളാർ കേസ് സഭയിൽ ചർച്ച ചെയ്യാം, ദിവസങ്ങളോളം ചർച്ച ചെയ്യാം. സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ എ ആന്റണിയുടെ വീട്ടിലേക്കല്ല മാർച്ച് നടത്തിയത്. സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെയും ഓഫീസിലേക്കും പ്രശാന്ത് ഗോപാലകൃഷ്ണന്റെ കാലത്ത് അഴിമതിയാണ് അപ്പൊ പി എസ് പ്രശാന്തിന്റെ കാലത്ത് അഴിമതിയാണോ വന്നിരിക്കുന്നത്? കഷ്ടം. അങ്ങോട്ടൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. 9 വർഷം ഭരിച്ച് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ സ്വർണ്ണം പോയതിന്റെ കിലോ ശബരിമല കിലോ കണക്കിന് സ്വർണ്ണം പോയതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ രാഷ്ട്രീയ അങ്ങ് ആവശ്യത്തിലുള്ള അങ്ങ് പറയും, അങ്ങയുടെ ആവശ്യം. എന്റെ ചോദ്യത്തിൽ പറയൂ. 2015 പി എസ് പ്രശാന്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ദ്വാരപാലക കവചവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു വീഴ്ച പറയൂ. 1, 2, 3. അയ്യോ, അങ്ങ് തരുന്ന സെക്കൻഡ്സ് എന്താ നോക്കണേ. 2019 ഇങ്ങനെ ഒരു ക്രമക്കേട് എൻവാസവും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ കാലയളവിലൊന്നും നടന്നിട്ടില്ല, എന്റെ കാലയളവ് മാത്രം നോക്കിയാൽ മതി. അതായത് പിണറായി വിജയൻ ബസ്സിൽ പോയതുപോലെ മുന്നിലേക്ക് മാത്രം നോക്കിയാൽ മതി, അപ്പുറത്തേക്ക് നോക്കണ്ട. കൊണ്ടുപോകുന്നതിന് ആകെ സംഭവിച്ച ഒരേ ഒരു വീഴ്ച അത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നതാണ്. ഹൈക്കോടതിയുടെ കമ്മീഷണറെ ഈ വിവരം പിന്നീടാണ് അറിയിച്ചത്. അതായത് കൊണ്ടുപോകുന്ന സമയത്താണ് അറിയിച്ചത്. അതല്ലാതെ വേറെ ഏതെങ്കിലും വീഴ്ചയുണ്ടോ? അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അവിടെ തുടരുന്നുണ്ട്. ഈ ക്രമക്കേടിന്റെ ഭാഗമായ ആളുകൾ അവിടെ തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും വിവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് ഒരാൾക്കെതിരെ നടപടിയെടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചർച്ച പി എസ് പ്രശാന്ത് അല്ല. 2019 ശരി, പ്രതിഷേധിക്കാം. പി എസ് പ്രശാന്തിനെതിരെ നടത്തും. എന്നിട്ട് പി എസ് പ്രശാന്ത് കുറ്റം ചെയ്തു എന്ന ചോദ്യത്തിന് അത് നടത്തണം എന്ന് ഞാൻ പറയാ. കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിൽ പ്രതിയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ സുപ്രീം കോടതി ഒടുവിൽ ഇനി കേസ് അന്താരാഷ്ട്ര കോടതി കൊടുക്കണം, ഹേഗിൽ കൊടുക്കണം. ഈ വിജിലൻസ് കേസ് എവിടെ നടക്കുക? ഇനി വിജിലൻസ് കാണുന്നുണ്ട്. കണ്ട വിജിലൻസ് കോടതി തള്ളി. അപ്പൊ മാത്യു കൊള്ളാടൻ പറഞ്ഞു അപ്പീലിനുള്ള അധികാരമുണ്ട് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി തള്ളി. അപ്പൊ മാത്യു കൊള്ളാടൻ പറഞ്ഞു അപ്പീലിനുള്ള അധികാരം കിട്ടി. സുപ്രീം കോടതി അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പൊ പി എസ് പ്രശാന്തിനെതിരെ ഒരു പരാതിയും നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നേക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണ കവചം പൂശുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടു. ഒരു വീഴ്ച ഞാൻ തന്നെ ചൂണ്ടിക്കാട്ടി. ആ വീഴ്ചയാണ് കോടതിയും ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണർ, ഹൈക്കോടതിയുടെ കമ്മീഷണർ, സ്പെഷ്യൽ കമ്മീഷണർ ആ വിവരം നേരത്തെ അറിയിച്ചില്ല. പക്ഷേ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് അറിയിച്ചു. അതെ, സമയത്ത് ഞാൻ അപഹരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്നത് രാഷ്ട്രീയമായ പ്രതിഷേധമാണ്. പക്ഷേ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തിലും രാഷ്ട്രീയമുണ്ട്. അക്കാര്യത്തിൽ എന്താ സംശയം? ഇതിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവരെ SITയുടെ അന്വേഷണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വേണ്ടത്.
അതിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയന്ത്രിക്കാൻ ആളില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയന്ത്രിക്കാൻ ആളില്ല, അൺഅക്കൗണ്ടബിൾ ആക്കി സംവിധാനം വെച്ചു. ഉപഗ്രഹങ്ങളും അവതാരങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് കറങ്ങി അവർ വേണ്ടത്ര പണമുണ്ടാക്കി, സ്വാധീനമുണ്ടാക്കി, ഫോട്ടോ എടുത്തു, ആ സ്വാധീനം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അന്വേഷണം വളരെ കൃത്യമായി നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ജിമ്മി, ഈ സർക്കാരിൻ്റെ കാലത്തെ 4 വീഴ്ചകൾ, ഒരു വീഴ്ചയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അത് കോടതിയെ അറിയിച്ചില്ല എന്നുള്ളതാണ്. അതുകൂടാതെ 3 വീഴ്ചകൾ കൂടി കോടതി ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞത്. ഒന്നാമത്തേത് പേജ് നമ്പർ 152 ഓഫ് ദേവസ്വം ബോർഡ് മാനുവൽ അതനുസരിച്ച് ഒരു കാരണവശാലും അറ്റകുറ്റപ്പണികൾ ഇതിനകത്തേ ചെയ്യാൻ പാടില്ല, പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇനി അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കോടതിയെ അറിയിക്കണം, കോടതിയോട് ചോദിക്കണം എന്ന് പറഞ്ഞത്. അത് രണ്ടാമത്തെ വീഴ്ച. മൂന്നാമത്തെ വീഴ്ച, ഈ 2025 അറ്റകുറ്റപ്പണി ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞയാൾ തിരുവാഭരണം കമ്മീഷണറാണെന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. കാരണം സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്യാനുള്ള യോഗ്യതയില്ല, അവരെ കൊണ്ട് ഇത് പറ്റില്ല, പരമ്പരാഗത രീതിയിൽ ഇത് പൂശാൻ പറ്റൂ, അത് ക്ഷേത്രത്തിനകത്ത് ശബരിമലയ്ക്ക് അകത്ത് ചെയ്യണം എന്നായിരുന്നു ആദ്യത്തെ കത്ത്. ആ കത്ത് കഴിഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് ഇദ്ദേഹം നിലപാട് മാറ്റി എന്ന് കോടതി പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്, അതും അന്വേഷിക്കണം എന്നാണ് ഈ അന്വേഷണ കമ്മീഷൻ്റെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നുള്ളത്. അങ്ങനെ വീഴ്ചകൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആദ്യത്തെ കാര്യം. പക്ഷേ ഏറ്റവും പ്രധാന പ്രശ്നം 2019 തന്നെയാണ്. 2019 വളരെ ലളിതമായി കണക്ക് കൂട്ടിയാൽ സിമ്പിൾ മാത്തമാറ്റിക്സ് എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത്. സിമ്പിൾ മാത്തമാറ്റിക്സിൽ മനസ്സിലാവേണ്ട കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രം മനസ്സിലായില്ല എന്നാണ് ഹൈക്കോടതി ജഡ്ജിമാർ ചോദിച്ചത്. വളരെ ലളിതമല്ലേ? സന്നിധാനത്ത് ഈ സാധനം കൊണ്ടുപോകുമ്പോൾ ദ്വാരപാലക പീഠവും അതുപോലെ തന്നെ ശില്പത്തിൻ്റെ പാളികളും കൊണ്ടുപോകുമ്പോൾ തൂക്കം 42.800 കിലോ. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുമ്പോൾ 39 ദിവസം കഴിഞ്ഞെത്തുമ്പോൾ അതിൻ്റെ തൂക്കം 38.4 കിലോ. അപ്പോൾ ഇതെങ്ങനെയാണ് കുറഞ്ഞത്? അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇത് തൂക്കിയിട്ടുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ബ്ലാക്ക് സ്മിത്ത്, ഇവിടെ ഒപ്പിടാതിരുന്ന ബ്ലാക്ക് സ്മിത്ത്, മറിച്ചവരെല്ലാവരും ചെന്നൈയിലെത്തിയിട്ടുണ്ട്. അവർ തൂക്കി നോക്കുമ്പോൾ 38 കിലോയേ ഉള്ളൂ. അവിടെ തന്നെ 4 കിലോയ്ക്ക് മുകളിൽ കുറവുണ്ടെന്നുള്ള നിങ്ങൾക്ക് എന്താ സുഹൃത്തുക്കളെ മനസ്സിലാവാത്തത്? എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കോടതി ഈ വിഷയം തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞത് തൂക്കുമ്പോൾ ഒരല്പം കൂടുതലുണ്ട്. ഉപയോഗിച്ച സ്വർണത്തിൻ്റെയാണ്, 38.653 കിലോ ആയി. ശരി, അത് കഴിഞ്ഞ് സന്നിധാനത്തേക്ക് ആരാ കൊണ്ടുവരുന്നത്? പോയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. നമുക്കറിയാവുന്ന പോലെ പല വഴിക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ എത്രയാണ് വെയിറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ലളിതമായി എനിക്ക് മനസ്സിലാവുന്ന കണക്കനുസരിച്ച് കൂട്ടി നോക്കിയാൽ തന്നെ ഇതിലെന്തോ വലിയ പ്രശ്നമുണ്ട്. സന്നിധാനത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു സാധനം 39 ദിവസം കഴിഞ്ഞ് ചെന്നൈയിലെത്തുമ്പോൾ അതിൻ്റെ കിലോ 4 കിലോ കുറഞ്ഞിരിക്കുന്നു. സ്വർണം പോയാലും ചെമ്പ് പോയാലും എന്താണെങ്കിലും പോയല്ലോ. ഇതെങ്ങനെയാണ് പോയതെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാത്തത് എന്ത് എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഏത് കാലത്തായാലും ഇപ്പോൾ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ശബരിമലയിലെ ഒരു സംഭാവനയ്ക്കും ഒരു കണക്കുമില്ല എന്നുള്ള ഒരു ഭാഗം കൂടെ ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് കാലത്താണെന്നതിനെ കുറിച്ച് കോടതി പരാമർശിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ എന്തായാലും now there is no proper inventory which is maintained for valuables including gold, silver, precious stones and articles of antiquity. Hence we deemed it imperative to appoint Justice KT Shankar എന്നാണ് പറയുന്നത്. അതാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലത്തെ 4ാമത്തെ വീഴ്ച. അപ്പോൾ 2019 ഇങ്ങനെ ഒരു സാധനം പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളെക്കുറിച്ചും അതിൻ്റെ താഴെ ഇരിക്കുന്ന പീഠത്തെക്കുറിച്ചുമാണ്. മൊത്തം വെയിറ്റ് 42 കിലോ ആണ്. അതേസമയം ഇതിന് 3 മാസം മുമ്പ് നമ്മുടെ സാക്ഷാൽ പോറ്റിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് വേറൊരു സാധനം കൂടെ കൊടുത്തു വിട്ടിരുന്നു. അത് ശബരിമലയിലെ വാതിലിൻ്റെ കട്ടളയിൽ പൂശിയിരുന്ന തകിടാണ്. അതും ചെമ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ചെമ്പാണ്. അതിൻ്റെ തൂക്കം എത്രയെന്നറിയോ? 48 കിലോ. ഇത് 42 ഞാൻ പറയുന്നത് നമ്മൾ ഈ ദ്വാരപാലക ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 3 മാസം മുമ്പ് അതിലും വലിയൊരു കളവ് നടന്നിരിക്കുന്നു. 48 കിലോയുള്ള ഇതിലും കൂടുതൽ സ്വർണം ഉൾക്കൊള്ളാൻ സാധ്യതയുള്ളൊരു സാധനം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഈ ശബരിമലയിലെ കട്ടളപ്പടിക്ക് ചാർത്തിയിരിക്കുന്ന പ്ലേറ്റ് സ്വർണം പ്ലേറ്റ് ചെയ്താന്ന് പറയുന്നു. അതേസമയം ചെമ്പാണെന്ന് ഇന്ന് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആ സാധനം അതാണ് ആന്ധ്രയിൽ, ബാംഗ്ലൂരിൽ, കോട്ടയത്ത്, ചങ്ങനാശ്ശേരിയിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സാക്ഷി. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഇതിൻ്റെ സെറമണി എല്ലാം നടത്തിയത്. ഒരു അമ്പലത്തിൽ 2019 ഈ സംഭവം ഈ പണി ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതെല്ലാം നടത്തി തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ വെയിറ്റ് എവിടെയാണ്? അതിൻ്റെ മഹസർ എവിടെയാണ്? ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല.
നമുക്ക് ദ്വാരപാലക ശില്പങ്ങളുടെ ഇത്രയും കണക്കുകൾ മാധ്യമങ്ങളാണ് ഇത് പുറത്തിട്ടത്. അത് മുഴുവൻ വിശദമായി മാധ്യമപ്രവർത്തകർ ഇറങ്ങി നമ്മൾ തന്നെയാണ് നമ്മൾ തപ്പി കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ കാര്യത്തിൽ അതുപോലുമില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഈ ശബരിമലയിലെ ശ്രീകോവിലിന് മുന്നിൽ വെച്ചിരിക്കുന്ന കട്ടളപ്പടിയുടെ വെയിറ്റ് 48 കിലോ. ആ 48 കിലോയിൽ എത്ര പിന്നെ സ്വർണം പൂശി, എത്ര പോയി, എത്രയാണ് വെയിറ്റ്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു പിടിപാടുമില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഒത്തുനോക്കാൻ പോലും അറിയാത്ത ഒരു സംഘം മണ്ടന്മാരായ ഉദ്യോഗസ്ഥരാണോ ഈ കാര്യത്തിൽ നിൽക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം എന്തിനും ഏതിനും പൂറ്റി എന്നുള്ളൊരു കാര്യം കുറേ കാലമായി നടക്കുന്നു. നമ്മുടെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് ഇതേക്കുറിച്ച് അറിയാമെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹവും 2025 ഈ പ്രശാന്ത് പൂറ്റിയെ തന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അതിന് പറഞ്ഞ കാരണം എന്താ? 40 വർഷത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഗ്യാരണ്ടി. എന്നിട്ട് ഇന്നെന്താ ചെയ്തത്? ഇന്നത് റദ്ദ് ചെയ്തു. ഇന്ന് അപ്പോൾ നിയമം കല്ലേൽ പിളർക്കുന്ന നിയമമാണെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് അവിടെ പോയിട്ട്, അതായത് ഈ തവണ ചെന്നൈയിൽ പോയിട്ടാണ് മാറ്റിയത്. അതെ, ഇത് വരുമ്പോഴാണ് അല്ലാതെ മാറ്റണമെന്നേ. അത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ഇയാളത്തിലാണെന്ന് നേരത്തെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ അവതാരങ്ങളെ പൊളിക്കാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ 3 മാസം വേറൊരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഈ മുതൽ സ്പോൺസർഷിപ്പ് പുറത്തുള്ള ആളുകളാരും ചെയ്യില്ല, പോറ്റി അടക്കമുള്ള ആളുകൾ ചെയ്യില്ല എന്ന് പറയുകയും ഇതേ പോറ്റി തന്നെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത, പോറ്റിയുടെ കൈ കൊടുത്ത് വിട്ടിട്ടില്ല. അല്ലല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, അയാളാണ് അതിൻ്റെ പണം പിരിച്ചത് അയാൾ തന്നെയല്ലേ. ഈ സ്വർണ്ണത്തിന് വേണ്ടി പണം പിരിച്ചത് അയാളല്ലേ. ഇന്ന് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു, ഇനി മുതൽ ആ സ്പോൺസർഷിപ്പിൻ്റെ ഗ്യാരണ്ടിയിൽ നിന്ന് ഞങ്ങൾ പോറ്റിയെ മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ പോറ്റിയെ നേരത്തെ മാറ്റാമായിരുന്നല്ലോ. ഇനി പീഠത്തിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്, ഇപ്പോൾ ഇന്ന് നടപടിയെടുത്ത് പുറത്തു പോകുമ്പോൾ മുരാരി ബാബു ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം പോറ്റിയെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അത് ചെമ്പാണ്. എന്ന് വെച്ചാൽ കോടതിയിൽ നിങ്ങൾ പോയാൽ ഇത് സംബന്ധിച്ച് അന്ന് ഒപ്പിട്ട ഉദ്യോഗസ്ഥൻ, അന്നത് കൊണ്ടുപോയ പോറ്റി, ഇവർ രണ്ടുപേരും ഒരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ശരിക്കുള്ള സ്വർണ്ണപ്പാളി അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഊരിപ്പോവും. അതാണ് അവസ്ഥ. ശരിക്കുള്ള സ്വർണ്ണപ്പാളി എവിടെയെങ്കിലും താഴ്ത്തി വെച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു 6-7 മാസം കഴിയുമ്പോൾ ഈ വിഷയമെല്ലാം തീരുമ്പോൾ പുല്ലുപോലെ പോറ്റി ഇറങ്ങിപ്പോവും. ഈ പറയുന്ന മുരാരി ബാബു, അദ്ദേഹം അതിൽ അക്യൂസ്ഡ് ആണെങ്കിൽ, അദ്ദേഹം അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹവും തിരിച്ചിറങ്ങിപ്പോവും. ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഒരു തരത്തിലുള്ള ബുക്ക് കീപ്പിങ്ങോ യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ, മുഖ്യമന്ത്രിയെ കാര്യമായി സപ്പോർട്ട് ചെയ്ത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നാണ് പറഞ്ഞത്. പഴയ ദേവസ്വം ബോർഡുകാർക്കെതിരെ നടപടി വേണമെന്നല്ല പറഞ്ഞത്. ഈ ഗൂഢസംഘമുണ്ട്, ഈ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അതുപോലെ തന്നെ ശബരിമലയിൽ ഭക്തന്മാരുടെ സമ്മേളനത്തിൽ പിന്തുണച്ച NSS ഇപ്പോൾ എന്ത് ചെയ്യും? ഇത് ശബരിമലയിൽ പോയി എടുക്കാൻ ശ്രമിച്ചത് ഒരു വലിയ സമുദായത്തിൻ്റെ പിന്തുണയൊക്കെയായിരുന്നു. അവിടെ നിന്ന് ഓടി ഇപ്പോൾ സ്വർണത്തിൻ്റെ അവസ്ഥ എന്താ, ശബരിമലയുടെ സ്ഥിതി എന്താ, ഇതറിയാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ NSSഉം പെടും. ചുരുക്കത്തിൽ ശബരിമലയിൽ സർക്കാരിൻ്റെ കൂടെ നിന്ന് എല്ലാവരും സർക്കാരിനോടൊപ്പം പാളി നിൽക്കുന്ന അവസ്ഥയാണ്. പാളിയിൽ പൊള്ളിയോ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.